ദർസിൽ പഠിക്കുന്ന കുട്ടി വീട്ടിലത്തെ എല്ലാ കല്യാണത്തിനും വരണം, വിശേഷത്തിനും വരണം, എല്ലാത്തിനും വരണം. MBBS പഠിക്കുന്ന കുട്ടിയോ, ഓൻ എക്സാം, ഓന് സെമസ്റ്റർ പരീക്ഷ, ഓന് ലീവ് കിട്ടൂല, ഓൻ അതാണ്. പെരുന്നാളിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നിന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അതിനേക്കാൾ വലുത് മകന്റെ MBBS ആണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ എത്ര വില കൽപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. എന്റെ മകൻ ഒരു ആലിമായി, ഒരു ഹാഫിളായി എന്ന് വന്നാൽ അതുകൊണ്ട് കിട്ടുന്ന മൂല്യം അറിയേണ്ട മുസ്ലിമീങ്ങളായ നമ്മൾ അതിന്റെ മൂല്യം അറിയുന്നില്ല. നമ്മൾ നോക്കുന്നത് പണത്തിലേക്കാണ്, പേരിലേക്കാണ്, പ്രതാപത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബ് അല്ലാഹുവിലേക്ക് വരണം. അതാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഈ വീട് നിറച്ച് പൊന്നു വേണമെന്ന് ആഗ്രഹിച്ചത് തെറ്റല്ല, പക്ഷേ എനിക്കത് പൂതിയില്ല. ഈ വീട് നിറച്ച് പവിഴമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് തെറ്റല്ല, പക്ഷേ എനിക്ക് വേണ്ട. എന്റെ ആഗ്രഹം ഈ വീട് നിറയെ അബൂ ഉബൈദ തങ്ങളെ പോലെയുള്ള, മുആദ് ബിൻ ജബൽ തങ്ങളെ പോലെയുള്ള, സാലിം മൗല അബീ ഹുദൈഫ തങ്ങളെ പോലെയുള്ള, ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങളെ പോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ, ചുണക്കുട്ടന്മാരുണ്ടായാൽ അത് മതി. അതാണ് എന്റെ ആഗ്രഹം. കാരണം എന്താണെന്നറിയുമോ? ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പ്രതാപമുണ്ടാക്കിയ മുഴുവൻ മഹാന്മാരും കേവലം രാഷ്ട്രീയക്കാരല്ല, കേവലം ഭരണാധികാരികളല്ല. ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ടാക്കിയ മഹാന്മാരാരാണ്? അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ